ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ പ്രതിയായ സുകാന്ത് കീഴടങ്ങി. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങിയിരിക്കുന്നത്. SS ശരൺ വിവരങ്ങൾ നൽകും. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ സുകാന്തുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ, സുകാന്തിന് പ്രതികൂലമാകുന്ന തെളിവുകൾ ലഭിച്ചിരുന്നു. ആത്മഹത്യയിലേക്ക് പെൺകുട്ടിയെ അതിലേക്ക് നയിക്കുകയായിരുന്നു പല രൂപത്തിലുള്ള പെരുമാറ്റം കൊണ്ട് എന്നുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ സുകാന്ത് സുരേഷ് കീഴടങ്ങിയിരിക്കുകയാണ്. സുകാന്തിനെതിരെ ഹൈക്കോടതി എടുത്ത നിലപാട് അത് പ്രധാനമായില്ലേ? മുൻകൂർ ജാമ്യം തള്ളുകയായിരുന്നു. അല്പസമയം മുമ്പാണ് IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ ഏകപ്രതി സുകാന്ത് സുരേഷ് കീഴടങ്ങിയത്. ജില്ലാ പോലീസ് മേധാവി, എറണാകുളം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് കീഴടങ്ങിയത് എന്നാണ് അഭിഭാഷകൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി നേരത്തെ സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പോലീസിൽ കീഴടങ്ങുമെന്ന നിർദ്ദേശം, വാക്കാലുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സുകാന്ത് സുരേഷ് പോലീസിൽ കീഴടങ്ങിയത്. അല്പസമയം മുമ്പാണ് കീഴടങ്ങിയത്. നേരത്തെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് സുകാന്ത് സുരേഷിനെതിരെ ഉന്നയിച്ചത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നായിരുന്നു കടുത്ത രീതിയിലുള്ള കോടതിയുടെ പരാമർശം. മാത്രമല്ല, അന്വേഷണം ശരിയായ രീതിയിൽ, ശക്തമായ രീതിയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിരവധിയായ തെളിവുകൾ ഇനി പുറത്തു വരേണ്ടത് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്നേഹത്തിന്റെ പേരിൽ യുവതിയെ ചൂഷണം ചെയ്തു. ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി IB ഉദ്യോഗസ്ഥയെ ചൂഷണം ചെയ്തു എന്നാണ് പോലീസ് നേരത്തെ ഹൈക്കോടതി വിമർശനമായി പറഞ്ഞത്. മാത്രമല്ല, ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിന് വാട്സാപ്പ് ചാറ്റുകൾ നിലവിലുണ്ട്, തെളിവുകളായി ഉണ്ട് എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിരുന്നു. സുകാന്ത് സുരേഷ് ഒരു സമയം തന്നെ നിരവധി സ്ത്രീകളുമായി ഈ ആത്മബന്ധം അല്ലെങ്കിൽ മാനസികമായ അടുപ്പം പുലർത്തിയിരുന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഇതിന്റെ വിവരങ്ങളെല്ലാം, വാട്സാപ്പ് ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തത്. നേരത്തെ കഴിഞ്ഞ തവണ വെള്ളിയാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് പോലീസിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. ആ വിമർശനം എന്നത്, ഈ IB ഉദ്യോഗസ്ഥ മരിച്ചിട്ട്, ആത്മഹത്യ ചെയ്തിട്ട് ഏതാണ്ട് 2 മാസത്തിലധികം കാലം കഴിഞ്ഞു. ഇത്രയും നാളുകളായി സുകാന്ത് സുരേഷ് ഒളിവിലാണ്. എങ്ങനെയാണ് സുകാന്ത് സുരേഷിന് ഇത്രയും നാൾ ഒളിവിൽ കഴിയുന്നത്? എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചോദിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പോലീസ് ഇതിന് നൽകിയ മറുപടി, ഈ പ്രതിയെ കണ്ടെത്താനായിട്ടുള്ള പ്രതി ഒളിവിലാണ് എന്നതായിരുന്നു. ഇത്രയും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പ്രതിക്ക് ഇത്രയും നാൾ ഒളിവിൽ കഴിയാൻ കഴിയുക? അത് സാധ്യമാവുക എന്ന ചോദ്യമാണ് മറ്റൊരു ചോദ്യമായി ഹൈക്കോടതി ഉന്നയിക്കുകയാണ്. ഹൈക്കോടതി ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോഴും പോലീസ് പിടികൂടുകയല്ല ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ മുമ്പാകെ പ്രതി കീഴടങ്ങി എന്നുള്ളതാണ്.